നമസ്കാരം. എം ഡേപ്പിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ എം ഡേപ്പിലുള്ള സനോജ് ചേട്ടൻ പാലക്കാട് ഇന്റീരിയർ ചെയ്ത ഒരു വീട്ടിലാണ് ഞങ്ങളുള്ളത്. ரசிக்கிற கண்ணான கண்மணியே என் செல்லமே உனக்காக வாழணும்னு மன சொல்லுமே மறக்காம இருப்பேனே பாசமா எப்போதுமே. രാജേഷ് സാറിന്റെ അതുപോലെ വൈഫ് മൃദുല മാഡത്തിന്റെ വീട്ടിലാണ്. നമുക്കന്ന് വീടിന്റെ അകമൊന്ന് കണ്ടാലോ സനോജ് സാർ? സനോജ്, നമ്മൾ കയറി വരുമ്പോഴേ ഒരു കിഡിലും ഡോറാണ് ചെയ്തത്. ഈ ഡോറിന്റെ സ്പെക്ക് ഒന്ന് പറയാമോ? എങ്ങനെയാ അത് ചെയ്തത്? അതിന്റെ ഒരു അളവും കാര്യങ്ങളൊക്കെ? ഇത് 8 അടി ഹൈറ്റിലാണ് ചെയ്തത്. 1.20 ഔട്ടാണ് വരുന്നത്. വീതി വന്ന 1.20, ഹൈറ്റ് 8 അടിയാണ്. നമ്മളിത് ഒരു സ്റ്റീൽ ഡോറിന്റെ മോഡലാണ് നമ്മൾ കിട്ടിയിരിക്കുന്നത്. അതിന്റെ ഒരു കൺവേർട്ട് ചെയ്ത് മരത്തിലേക്ക് ആക്കണം എന്ന് പറഞ്ഞിട്ട് എടുത്തൊരു ഡിസൈനാണ്. ഈ ഒരു മോഡൽ സ്റ്റീൽ കിട്ടാത്ത കാരണം നമ്മൾ വുഡിന് അതേ ഡീറ്റെയിൽ മരത്തിൽ തന്നെ വേണമെന്നൊരു ഇതുണ്ടായിരുന്നു. അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മൾ ആ വർക്ക് CNCയും നമ്മുടെ കലവിരുന്ന് കൂടിയിട്ട് ചേർത്തിട്ടുള്ള ഒരു വർക്കാണ്. എല്ലാ മെഷീനറി ഉപയോഗിച്ചിട്ട് ചെയ്തത്. ഇനി നമുക്ക് നേരെ അകത്തോട്ട് പോയി ഓരോ ഇന്റീരിയർ ജസ്റ്റ് നോക്കാം. ഓക്കെ സനോട്ട, കയറി വരുമ്പോഴേ ഈ TV യൂണിറ്റ് അല്ലേ കാണുന്ന? എങ്ങനെയാണ് ഇതിന്റെ ഒരു സ്പെക്ക് ഒന്ന് പറയുക? എങ്ങനെ ചെയ്തത്? മൊത്തം സെഞ്ചുറിന്റെ പ്ലൈവുഡ് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നത്. സെഞ്ചുറി പ്ലൈവുഡ് ആണ് ഫുള്ള് യൂസ് ചെയ്തത്. ഫുള്ള് ലാമിനേറ്റും മെറീനോന്റെ ലാമിനേറ്റ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ ഓപ്പൺ ആയിട്ട് തന്നെ വളരെ കാരണം നമുക്ക് ഇതില് അത്രയോ ഡിസ്റ്റൻസ് ഉള്ളു. അപ്പൊ ആ ഇതില് ഇത്രയും വലിയൊരു വീടിന് ചെറിയൊരു TV യൂണിറ്റ് വെച്ചാൽ അത് കാണാൻ ഭംഗി അവ കുറവായിരിക്കും. അപ്പൊ നമ്മള് സ്ഥലത്തിനനുസരിച്ചുള്ള ഒരു ഡീറ്റെയിൽ ഇതിനകത്ത് കൊണ്ടുവന്നു. നല്ലൊരു TV യൂണിറ്റ് ആണ്, കാണാനും ഭംഗിയുണ്ട്. ഹാള് ഉള്ളൊരു പാർട്ടീഷൻ കൂടിയിട്ട് നമ്മളെ ഫുള്ള് പ്ലൈയിലാണ് ചെയ്തിരിക്കുന്നത്. പ്ലൈ വിത്ത് 2 സൈഡ് ലാമിനേഷൻ പ്ലൈവുഡ് ആണ്. നല്ല ഫിനിഷിംഗ് ഉണ്ട് ഇവിടെ. നല്ല ഫിനിഷിംഗ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതിന്റെ ഗ്രെയിൻസ് മാച്ചിങ് ആയതുകൊണ്ട് നമുക്ക് ഇത് നമുക്കൊരു ഭംഗിക്കുറവ് അറിയില്ല. കാരണം ഇതിനുള്ള ഗ്രെയിൻസ് ഉണ്ടല്ലോ, ഈ കട്ടിങ് ഉണ്ട്. അപ്പൊ ഇത് അങ്ങനെ ഹൈലൈറ്റ് ആയിട്ട് തന്നെ വേരിയേഷൻ അറിയില്ല. അപ്പൊ അത് പ്ലെയിൻ വെച്ച് ചെയ്യുമ്പോൾ നമ്മൾ അഡ്വാൻസ് മറ്റേത് മൾട്ടിവുഡ് മറ്റു ചെയ്യണമെങ്കിൽ നമുക്ക് എന്താ ചെയ്ത് പോളിഷ് ചെയ്യണം, പെയിന്റ് ചെയ്യണം, അതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ ഭയങ്കര കോസ്റ്റ് കൂടുതലാണ്. ഇങ്ങനെ ഗ്രെയിൻസ് ആകുമ്പോൾ ആ വുഡിന്റെ സ്ട്രക്ചർ വരുമ്പോൾ അത് നമുക്കത് എടുത്ത് എക്സ്പോഷനിൽ കാണിക്കുകയും ചെയ്യും. ഇത്രയും വലിയൊരു മെയിൻ ഹൈലൈറ്റ് ചെയ്യാൻ നോക്കട്ടെ. ഈ ലിവിംഗ് ഏരിയ വരുമ്പോൾ ഒരു ഡബിൾ ഹൈറ്റ് ആണ്. ഡബിൾ ഹൈറ്റ് ആയിട്ട് നല്ല ഭംഗിയുണ്ട്. അവിടെ ഒരു ഒരു സിമെന്റ് ആർട്ട് വർക്കാണ് ചെയ്തത്. സിമെന്റ് ആർട്ട് വർക്കാണ്. ഇത്രയും വലിയൊരു ഒരു ഇട്ടിരിക്കുമ്പോ ഒരു ഭംഗിക്കുറവ് തോന്നിയപ്പോ അപ്പൊ ഞാന് ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു വർക്ക് ഇവിടെ നമുക്ക് ക്രിയേറ്റ് ചെയ്യണം. ആര് വന്ന് കണ്ടാലും അതൊരു നെഗറ്റീവ് പറയാൻ പാടില്ല എന്നുള്ള ഒരു ഇത് കണ്ട് നമ്മളത് വളരെ പോസ്റ്റ് വന്ന ഒരു വർക്കാണ്. നമ്മള് ലിവിംഗിൽ നിന്ന് നേരെ ഡൈനിങ്ങിലോട്ട് വന്നു കഴിഞ്ഞാൽ ഒന്ന് ഒരു പൂജ റൂം ചെയ്തിട്ടുണ്ട്. പിന്നെ ക്രോക്കറി സ്റ്റഡി ഏരിയ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആദ്യം ഈ പൂജ ഏരിയ ഒന്ന് നോക്കാം. കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ഇത് പൂജ ഡോറിന്റെ ഒരു കൺസെപ്റ്റ് ഭയങ്കര നല്ല രീതിയിലാണ്. ഇത് എന്താ മെറ്റീരിയൽ എന്താ യൂസ് ചെയ്തേക്കണേ? ഇത് വേപ്പിന്റെയാണ്. വേപ്പിന്റെ കട്ടളയാണ് യൂസ് ചെയ്തേക്കണേ. തേക്കിന്റെ ഷട്ടർ യൂസ് ചെയ്തേക്കണ തേക്കിന്റെ യൂസ് ചെയ്തിട്ട് അതിനകത്താണ് നമ്മളപ്പോ ഈ CNC കട്ട് ചെയ്തേക്കണത്. ഇത് കംപ്ലീറ്റ് CNC ഫുള്ള് സെറ്റ് ചെയ്താണ്. നമുക്ക് സ്പേസ് അതുള്ളൂ. ആ സ്പേസിനനുസരിച്ചിട്ട് നമ്മൾ ഇത് തൂക്ക് വിളക്കാണ്. തൂക്കിന്റെ ഒരു മണി അടിച്ചിട്ട് തൂക്ക് വിളക്ക് ഉള്ള ഒരു ഇതാണ്. ഇതിലും നമ്മൾ അതിന്റെ വർക്കാണ്. ഒരു ഓമുണ്ട്, ഒരു വിനായകൻ, പിന്നെ ഒരു മഹാലക്ഷ്മി. ഇത് നമ്മൾ കംപ്ലീറ്റ് മെഷീൻ വർക്ക് CNCയിൽ കൊടുത്തിട്ട് ചെയ്തതാണ്. അതിന്റെ ഉള്ളിൽ നോക്കിയാൽ നമുക്ക് അതില് സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും അത്യാവശ്യം പൂജാസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇവിടെ വലിച്ചിട്ട് നമുക്ക് ഇല വെച്ച് നമുക്ക് പൂജ കഴിക്കാനുള്ള മൾട്ടിപർപ്പസ് ഇതിൽ ചെയ്തു വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാന്ന് പറയാം. 2 സ്റ്റോറേജ്, സെൻട്രൽ സ്റ്റോറേജ് ഉണ്ട്, ലൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു സംവിധാനമുള്ളത്. അതിനോട് നമുക്ക് നേരെ കിച്ചണിലോട്ട് കയറാം. ഈ ഡൈനിങ്ങിൽ നിന്ന് നേരെ കിച്ചണിലോട്ട് നമുക്ക് കയറാം. കിച്ചണിലെ ഡോറ് നമ്മള് ഗ്ലാസ് തന്നെ ചെയ്തിട്ടുണ്ട്. തേക്കിന്റെ ഫ്രെയിം വെച്ച് ഗ്ലാസ് തന്നെയാണ്
ഫുള്ള് സെറ്റ് ചെയ്ത ഇതൊക്കെ നമ്മൾ തന്നെ ചെയ്താണ്. എല്ലാം നമ്മൾ ബേക്ക് ചെയ്തതാണ്. നമ്മളെ ഓൺ പ്രോഡക്റ്റുകളെല്ലാം. കിച്ചണിലോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാണുന്ന എല്ലാ ഒരു ക്രോക്കറി ബേസിലായിട്ട് വാൾ യൂസ് ചെയ്തിട്ടുണ്ട്. താഴെ അത്യാവശ്യം ആക്സസറീസ് എല്ലാം ആവശ്യത്തിന് മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. അത്യാവശ്യം കട്ട്ലറി ഫുള്ളോട്ടോ എല്ലാം ഉണ്ട്. വയർ ബാസ്കറ്റ് ഒക്കെയാണ് ഫുള്ള് യൂസ് ചെയ്തത്. ഫുള്ളാ തന്നെ ഉപയോഗിച്ചിരിക്കുന്നത്. ഓവൻ കൺസെപ്റ്റ് കൺസീൽഡ് ആണ്. പ്ലാൻ ചെയ്തപ്പോഴേ എല്ലാം ഡിസൈൻ ചെയ്തപ്പോൾ തന്നെ ഉള്ളതാണ്. സനേട്ടാ, ഈ വീട്ടിലെ ഈ കിച്ചണിലെ എനിക്ക് ശരിക്കും ഇഷ്ടപ്പെട്ട ഈ ഒരു കോൺസെപ്റ്റ് സനേട്ടൻ തന്നെ അതൊന്ന് കാണിച്ചു കൊടുക്കണം. ഇത് നമുക്ക് സ്ഥലം നമുക്ക് ലാഭിക്കാം. ഒന്ന് നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാം. അതാണ് ഇതിന്റെ പ്രത്യേക ഹൈലൈറ്റ്. ഇത് എന്ത് പറഞ്ഞു വെച്ചാൽ നമുക്ക് ഇപ്പോ രണ്ടുപേർക്ക് ഇരിക്കണമെങ്കിൽ നമുക്കിതാ ഹോൾഡിംഗ് ടേബിൾ കൺസെപ്റ്റ് ആണ് അല്ലെ. ഇതിന് രണ്ട് സൈഡ് അപ്പുറത്ത് ഇരുന്നിട്ട് നമുക്ക് ഫുഡ് കഴിക്കാനും മറ്റു കാര്യങ്ങളൊക്കെ സാധാരണ ഹോൾഡിംഗ് ടേബിൾ എന്നൊക്കെ പറഞ്ഞാൽ ഇരിക്കാൻ നേരത്തെ അവിടെ ഒരു ടേബിൾ ബാക്ക്ഗ്രൗണ്ട് നമുക്കൊരു ടെക്സ്ചർ ഫിനിഷോ മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഇതൊരു നെഗറ്റീവ് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് ഫ്രെയിമിന്റെ ഉള്ളിൽ കയറി ഇരിക്കും. നമുക്ക് ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ മാറ്റി വെക്കും. മൾട്ടിപർപ്പസ് വേണ്ടിയിട്ടാണ് ഡൈനിങ് ടേബിൾ ആയിട്ട് പണത്ത് വെക്കുമ്പോൾ ഒരിക്കലും അറിയില്ല. ഇല്ല, ഇത് വന്ന് ചെറിയൊരു പാനലെങ്കിലും തോന്നുന്നു. ഇത് പറയും നിൽക്കുന്നു. അപ്പൊ സെപ്പറേറ്റ് തന്നെയാണ്. ഇതൊരു ഫ്രെയിം വർക്ക് ഹൈലൈറ്റ് ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ട് ചെയ്യുന്നത്. അതായത് നമുക്ക് കുറെ എന്താ പറയാ സ്ഥലം ലാഭിക്കാം. നല്ലൊരു കോൺസെപ്റ്റ് ആണ്. കാരണം ഒരു ഡിസ്റ്റർബൻസും ഇല്ല. വളരെ ഹോൾഡായിട്ട് ഭിത്തിയെ നിൽക്കുന്നുണ്ട്. ഇരിക്കാം, മാറ്റി വയ്ക്കാം. അങ്ങനെയുള്ളൊരു നല്ലൊരു കോൺസെപ്റ്റ് ആണ് ഇതിൽ വന്നിരിക്കുന്നത്. നമുക്ക് നേരെ മാസ്റ്റർ ബെഡ്റൂമിലോട്ട് എത്താം. മാസ്റ്റർ ബെഡ്റൂം പോവാം. ഇത് നമ്മള് തേക്കിന്റെ ഡോർ വെച്ച് തന്നെയാണ്, തേക്ക് വെച്ച് തന്നെയാണ് ചെയ്തേക്കുന്നത്. ഇവിടെ നമ്മള് കോട്ട് ഹെഡ് ബോർഡ് എല്ലാം ചെയ്തേക്കുന്ന ഫുള്ള് പ്ലൈ ആണ്. ആണോ? ഫുള്ള് സെഞ്ചുറിന്റെ ലാമിനേറ്റ്. ശരി ശരി ശരി. ചെറിയ നിക്ഷസ് ഒക്കെ ഇതിനകത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ഐഡിയ തന്നെയാണ്. ഒക്കെ നമ്മളെ ഏട്ടനായിട്ട് ആലോചിച്ച് അവർക്ക് ജസ്റ്റ് ഒരു ഇത് കാണിച്ചു കൊടുത്തിട്ട് ഇങ്ങനെയൊക്കെ വരും എന്നുള്ളത് അവർക്ക് ഒരു ധാരണ കൊണ്ടുവന്നിട്ടാണ് നമ്മൾ ഈ വർക്കുകൾ ഇങ്ങനെ ചെയ്യുന്നത്. ഈ ബെഡിന് സ്റ്റോറേജ് ഉണ്ടോ? രണ്ട് സൈഡിൽ സ്റ്റോറേജ് ഉണ്ട്. നമ്മള് സ്റ്റോറേജ് ചെയ്തിരിക്കുന്നത് പ്രത്യേകിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പാനൽ വെച്ചിട്ടല്ല ചെയ്തിരിക്കുന്നത്. അടിയിൽ വേലി വെച്ചിട്ടാണ്. വേലി വെച്ച് വെക്കുമ്പോൾ നമുക്ക് വെയിറ്റ് കൂടുതലായിട്ട് നമുക്ക് ഇതിൽ ഉപയോഗിക്കാം. ചാനലാകുമ്പോൾ വെയിറ്റ് പോകുമ്പോൾ ബെൻഡ് ആയി കഴിഞ്ഞാൽ കംപ്ലൈന്റ് നമുക്കിത് ഉള്ളിക്ക് വലിച്ചെടുക്കാനും സുഖമായിട്ട് വലിച്ചെടുക്കാം. പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഉള്ളിൽ കയറ്റാം. അതിന്റെ ഒരു അഡ്വാൻറ്റേജ് കാരണം നമ്മളിപ്പോ ചാനൽ വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ലോഡ് വെക്കാൻ പറ്റില്ല. ബെഡ്ഷീറ്റ് ബ്ലാങ്കറ്റ് ഒക്കെ വെയിറ്റ് വരുമ്പോൾ ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ അത് ബുദ്ധിമുട്ട് അതില് വരും. അപ്പൊ അതാകുമ്പോ നമുക്ക് അങ്ങനത്തെ ഒരു പ്രശ്നങ്ങള് എവിടെ വരില്ല. ഇവിടെ വാർഡ്രോബ് പ്ലസ് മിറർ ആണ്. നമുക്ക് ഒരുപാട് സ്ഥലം ഇതിന് സ്പേസ് ഒട്ടും പോകാതെ തന്നെ ഇതൊക്കെ സൽമാനയും കാര്യങ്ങളൊക്കെ എടുത്തതാണ്. നമ്മുടെ താഴത്തെ രണ്ടാമത്തെ ബെഡ്റൂം അല്ലേ? ഇവിടെ ഹെഡ് ബോർഡ് വിത്ത് കോട്ട് സ്റ്റോറേജ് എല്ലാം ചെയ്തിട്ടുണ്ട്. എല്ലാം പ്ലൈ വിത്ത് ലാമിനേറ്റ് ആണ് എല്ലാം ചെയ്തിരിക്കുന്നത്. ചെറിയ ഭംഗി കൊണ്ടുവരാനായിട്ട് ചെറിയ സ്പോട്ട് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. ചെറിയ റൂം ആയത് കാരണം ഡ്രസ്സിംഗ് ഏരിയ ഒന്നും സെപ്പറേറ്റ് അല്ല. നമ്മള് മോന്റെ റൂമാണ്. ശരി ശരി. അതിനനുസരിച്ച് ചെറിയൊരു വർക്ക് ഇതില് കാണുന്ന ചെറിയൊരു വാർഡ്രോബ് യൂണിറ്റ് ഇതിൽ ചെയ്തിട്ടുണ്ട്. ഈ സ്റ്റെയർ കാണാൻ പ്രത്യേകിച്ച് ഒരു ഹൈലൈറ്റ് ഉണ്ട്. പ്രത്യേകിച്ച് ഈ വുഡൻ സ്റ്റെയർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഹാൻഡ് റെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേക നോക്കിയാണ്. ഇത് എന്ത് മെറ്റീരിയൽ വെച്ചാണ് ചെയ്തത്? തേക്ക് തന്നെയാണ് ഇതെല്ലാം ഉപയോഗിച്ചിരിക്കുന്നത്. എത്ര ദിവസം എടുത്തു? നമ്മളൊരു 2 ആഴ്ച ഒരു 5 പേര് വെച്ചിട്ട് ഫുള്ള് ചെയ്തിട്ടുണ്ട്. വരുന്നുണ്ട്, വർക്ക് വരുന്നുണ്ട്. നല്ലൊരു വർക്കാണിത്. കാരണം വെച്ചാൽ ഫുള്ള് തേക്കിലാണ്. അതിന്റെ ഇടയില് എച്ചിങ് ഗ്ലാസിന്റെ ഒരു വർക്ക്, അഴി ഇതൊക്കെ അസംബ്ലി ആയിട്ട് ഓരോ ഭാഗത്ത് കൂടെ നമ്മൾ കയറി വരുന്നൊരു വർക്കാണ്. ഇടയ്ക്ക് മറ്റേ പില്ലർ പോസ്റ്റും എല്ലാം വേണം. നമുക്ക് ആ ഒരു ഡൈവേർട്ട് കറക്റ്റായിട്ട് വരും പറഞ്ഞോ. ഗ്യാപ്പ് വന്ന് ഇത് ശരിക്കും ബെൻഡ് ചെയ്ത് കൊടുക്കാം. ബെൻഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് ഈ ഗ്യാപ്പ് ചെറിയ കുട്ടികൾ വരുമ്പോൾ ചിലപ്പോൾ അറിയാതെ ബുദ്ധിമുട്ടല്ലേ. അപ്പൊ അതിന്റെ റെയിലും കാര്യങ്ങളൊക്കെ സേഫ്റ്റിയും കൂടിയിട്ട് ചേർത്തിട്ടാണ് നമ്മൾ ഈ വർക്ക് ചെയ്തത്. ഇതിന് ഇത് കൊടുത്തിരിക്കുന്നത്. നമ്മുടെ മുകളിലത്തെ ബെഡ്റൂം അല്ലേ? ഇതിന്റെ ഹെഡ് ബോർഡും കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് അല്ലേ? എല്ലാം നമ്മള് താഴെ എല്ലാം ഉപയോഗിച്ചിരിക്കുന്നത് പ്ലൈ വിത്ത് ലാമിനേറ്റ് തന്നെയാണ്. വളരെ ഇഷ്ടപ്പെട്ടു. വളരെ മിനിമലിസം ഉണ്ട്. ബോർഡ് ഒരുപാട്
വർക്കുകൾ ഇതിൽ കയറ്റിയിട്ടും കാര്യമില്ലല്ലോ. ശരി ശരി. നമുക്ക് അവർക്ക് മിനിമൈസ് ആയിട്ടുള്ള മോഡൽ ആവശ്യം. ആ. അപ്പോൾ കുട്ടികൾക്കാണ് അപ്പൊ അതിനനുസരിച്ച് ചെറിയൊരു ലൈറ്റിംഗ് കൊടുത്ത് ചെറിയ തിങ്സ് വെക്കാനുള്ള ഒരു സ്റ്റോറേജ്, ആ. അതിനനുസരിച്ച് സൈഡ് ടേബിളും കാര്യങ്ങളൊക്കെ ആക്കിയിട്ട് രണ്ട് സൈഡ് ടേബിളും ചെയ്തിട്ടുണ്ട് അല്ലെ? ഒരു ടേബിള് വിത്ത് സ്റ്റഡി ഏരിയ ശരിയാക്കി വാട്ടർ പേര് കാര്യം ഇതിൽ ചെയ്തത്. മുകളിലോട്ട് കയറി വന്ന ഒരു വലിയ റൂം ഉണ്ടല്ലോ, ഇത് എന്താ മെയിൻ ആയിട്ട് ഓഫീസായിട്ട് യൂസ് ചെയ്യുന്നതാണ്? ഓഫീസ് ചേട്ടൻ വരുന്ന സമയത്ത് യോഗ ചെയ്യും, സ്റ്റഡി ഇതുണ്ട്, ഒരു ഓഫീസ് ടേബിളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ ചെയ്തിട്ടുണ്ട്. ബുക്ക് ഷെൽഫും കാര്യങ്ങളൊക്കെ ഉണ്ട്. റിലാക്സ് ആകാൻ വേണ്ടിയിട്ടാണ് ഒരു ചെയർ കസാരയും മറ്റേ ഇതിലൊക്കെ അത്യാവശ്യം ഒരു സ്പേഷ്യസ് ആയ റിലാക്സ് ചെയ്ത് ആൾക്ക് ബുക്ക് വായിക്കാനാണ് അത്യാവശ്യം വർക്ക് ചെയ്യാനൊക്കെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അതിനായിട്ട് അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടാണ് എല്ലാ വർക്കും ചെയ്തത്. നമുക്ക് ഈ ഒരു വർക്ക് ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഒരു ബുദ്ധിമുട്ട് വന്നത് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് നമ്മളിവിടെ ഒരു വർക്ക് ചെയ്യും, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്ന് പറയാമോ? നമുക്ക് ഈ വീട് തന്നെയാണ് നമ്മുടെ ഹൈലൈറ്റ്. കാരണം വെച്ചാൽ നമ്മൾ ഈ കൊറോണയുടെ ഒരു പീക്ക് ടൈമിലായിരുന്നു ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ടൈമിൽ തന്നെ സമയത്തിന് പ്രത്യേകിച്ച് ചേട്ടൻ ടൈം പറയണത് കൃത്യമായിരിക്കണം. അത് വാല്യുബിൾ ആയിരിക്കും. ആൾക്ക് 2 ദിവസം കൂടുതൽ പറയാം, ആ ഒരു സമയത്ത് തന്നെ സമയത്തിൽ തീർക്കണം എന്നുള്ളത് ഏട്ടനെ പ്രത്യേകിച്ചുള്ള ഒരു ഇതാണ്. ടൈമിൽ ചെയ്ത് അവസാനിപ്പിക്കാൻ തന്നെ വേണം. അങ്ങനെ ഒരു ചെയ്തു പഠിക്കുന്ന ആ സമയത്ത് നമ്മളെ ഓരോ വർക്കും ആ സമയത്ത് ഇവിടെ താമസിച്ച് കുറെ ആൾക്കാർ പണിയെടുത്തുണ്ട്. ഒന്നും നിർത്തിയിട്ടില്ല, വർക്ക് നിർത്തേണ്ട ഒരു സാഹചര്യം നമുക്ക് ഉണ്ടായിട്ടില്ല. പോലീസിന് ലെറ്ററൊക്കെ വെച്ചിട്ടാണ് നമ്മുടെ വർക്കേഴ്സും കാര്യങ്ങളൊക്കെ ഓരോ വന്നതും പോയതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇഷ്ടപ്പെട്ട ഒരു ഇഷ്ടപ്പെട്ട് പറഞ്ഞാൽ എനിക്കിപ്പോ എല്ലാ സ്ഥലത്തും ഒരു നമുക്ക് നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. അപ്പൊ എനിക്ക് പറഞ്ഞാൽ ഇവിടെ എനിക്ക് 100% തൃപ്തിയായിട്ട് എനിക്ക് അവിടെ ചെയ്യാൻ പറ്റിയൊരു അവസരം ജസ്റ്റ് ഒരുക്കി തന്നത്. അപ്പൊ അതിൽ തന്നെ നമുക്കൊരു എനിക്ക് ഒരു ഹൈലൈറ്റ് ചെയ്ത കാര്യം നമ്മുടെ സുഹൃത്തിന്റെ ഒരു കലാവിരുതാണ്. സിമെന്റ് വർക്ക് നമുക്ക് ചെയ്യണം. എല്ലാ ഒറ്റമുഖം നല്ല ഹൈലൈറ്റ് ആണ്. ഇവിടെ കയറി വന്നാൽ എല്ലാവർക്കും അത് എന്തായാലും ഒന്ന് നോക്കുക, ആരും നമ്മൾ പോളിഷ് ചെയ്ത വ്യക്തി നമ്മുടെ സുഹൃത്ത് തന്നെയാണ്. ആളും നമുക്ക് ഗോൾഡൻ ടച്ച് കൊടുത്ത് ക്ലിയർ എടുത്ത് അതിന് നമുക്ക് എന്താ പറയുക വർക്കിനെ തന്നെ നമുക്കൊരു ഒലിപ്പിച്ച് കാണിച്ചു തന്ന ഒരു ഇതാണ്. ആ ഒരു ഇതാണ് നമുക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ളത്. പിന്നെ സ്പെഷ്യലായിട്ട് കിച്ചണിലെ ചെയ്ത ഒരു വർക്കും അത് കണ്ടതാണല്ലോ. ഇതൊക്കെ തന്നെ നമ്മുടെ ഈ ഒരു വീടിന് വെച്ചാൽ നമ്മൾ ഈ ഹൈലൈറ്റ് എന്ന് പറഞ്ഞ വീട് തന്നെയാണ്. ചൈതന്യ എന്ന് പറഞ്ഞ വീട് രാജേഷേട്ടന്റെ അവസാന ടൈമിന് വാല്യൂബിൾ കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മൾ ഒരു ദിവസം എന്നുള്ള കാര്യം 2 ദിവസം കൂട്ടി പറയാം. ആ ടൈമിനുള്ളിൽ നമ്മൾ തീർത്തു കൊടുക്കും. മൃദുല മാഡത്തിനോട് അതിന്റെ ബാക്കിയുള്ള ഒപ്പീനിയൻ കാര്യങ്ങളെല്ലാം ചോദിക്കാം. മൃദുല മാഡം നമ്മുടെ MDPLS സനയായിട്ടും ചെയ്ത ഈ വീട്ടില് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താ? നമുക്ക് എല്ലാ വീട്ടിലും നമ്മള് പുതിയതായിട്ടൊരു വീട്ടിൽ കയറുമ്പോൾ അവിടെ ഏറ്റവും കൂടുതലായിട്ട് നമുക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടും? ആ ഇന്റീരിയറിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തായിരുന്നു? നമ്മുടെ ഹാളില് ലിവിംഗ് ടൈപ്പ് പാർട്ടീഷൻ ചെയ്തു. ആ CNC വർക്കൊക്കെ വന്നപ്പോ കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ കിച്ചണില് വെച്ചിട്ടുള്ള ഒരു ഹോൾഡിംഗ് ടേബിള് വെച്ചത്, ഹോൾഡിംഗ് ടേബിൾ അത് ഞാനും ശ്രദ്ധിച്ചായിരുന്നു. അത് വളരെ സ്പേസ് സേവ് ചെയ്യാൻ പറ്റും. അത് തന്നെ എല്ലാരും വരുമ്പോ അത് നല്ലൊരു അഭിപ്രായം പറയുന്നുണ്ട് അല്ലെ? ആളുടെ സമയത്തിന് തന്നെ വർക്കെല്ലാം തീർത്ത് തന്നായിരുന്നോ? കൊറോണ ടൈമൊക്കെ ആണെങ്കിൽ പോലും കറക്റ്റ് ആയിട്ട് എല്ലാം അസൈൻ ചെയ്തു. ഇനി വേറൊരു ക്ലയന്റിനെ റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ പോലും തീർച്ചയായും റെക്കമെൻഡ് ചെയ്യാൻ പറ്റും അല്ലെ? നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് എല്ലാം ചെയ്തു തന്നു. ഓക്കെ, സമയത്തിന് കറക്റ്റ് ആയിട്ട് എല്ലാം ചെയ്തു തന്നു. നല്ല മെറ്റീരിയൽസും കാര്യങ്ങളും എല്ലാം വെച്ച് ചെയ്തു തന്നു. ഓക്കെ, അപ്പൊ ഓക്കെ മാഡം, എന്തായാലും ഞങ്ങളുടെ MDPLS സനയറിനെ ഇതുപോലെ റെക്കമെൻഡ് ചെയ്തതിന് നന്ദി. ഓക്കെ, താങ്ക് യു.